വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ വിട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ അടുത്തായി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് മടി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഞാൻ ചെറിയൊരു രോഗത്തിന് ഇതായിപ്പോയി എന്നുള്ളതാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളും ഇടാതിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ISL എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ AIFF അവരുടെ ഒരു കലണ്ടർ ഇയറിൽ നിന്ന് നമ്മുടെ ISLനെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ISL ഈ തവണ ഉണ്ടാവില്ല, സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഉറപ്പായി വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും പല ആരാധകരും പറയുന്നത് അതൊക്കെ എന്തായാലും നടക്കും, കുറച്ച് നീളും എന്നേ ഉള്ളൂ എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ISL നടക്കണോ നടക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ആദ്യം തന്നെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ISL എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർത്തുന്നു, അല്ലെങ്കിൽ എന്തിനു നിർത്തുന്നു, ഈ കാര്യങ്ങൾ പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ISLനെ സംബന്ധിച്ചിടത്തോളം 50 കോടിയുടെ നമ്മുടെ AIFFൻ്റെ ഒരു കരാറൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ടോട്ടലി എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ISL നിർത്തിയത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 2-3-4 പോയിന്റുകൾ വെച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയാൽ തന്നെ പല വലിയ ക്ലബ്ബുകളും പല താരങ്ങളെയും ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ക്ലബ്ബുകൾ ഇന്ത്യൻ താരങ്ങളെ വാരി കൂട്ടുന്ന തിരക്കിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം താരങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് എവിടെയെങ്കിലും പോയി കളിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി വളരെ ഭയങ്കര ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നതും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ISLനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ പ്രമോഷൻ ആൻഡ് റെലഗേഷൻ എന്ന് പറയുന്ന സംഭവം വേണ്ട എന്ന് പറയുന്നൊരു കൂട്ടർ, അത് വേണമെന്ന് പറയുന്നൊരു കൂട്ടർ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ എന്തായാലും ഈ പ്രമോഷനും റെലഗേഷനും വേണമെന്നേ പറയുള്ളൂ. പ്രമോഷനും റെലഗേഷനും ഇല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ആ രാജ്യത്ത് നടക്കുന്ന ലീഗുകളിൽ എങ്ങനെ വന്നാലും ഈ പ്രമോഷനും റെലഗേഷനും വേണം. കാരണം ടോപ്പ് ലീഗ് ഏതാണോ ആ ലീഗിക്ക് എങ്ങനെ വന്നാലും പ്രമോഷൻ വേണം. അവിടെ നിന്ന് തീരെ കളിക്കാത്ത ടീമുകളെ ഒഴിവാക്കണം. അപ്പോഴേ നമുക്ക് ഭാവിയിലേക്കുള്ള ടാലൻറ്റുകളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അതുപോലെയുള്ള കളിക്കാരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എന്തിൻ്റെ അർത്ഥത്തിലാണ് ഇത് രണ്ടും വേണ്ട എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം എങ്ങനെയാണ് പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഈ പ്രമോഷനും റെലഗേഷനും ഇല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ എങ്ങനെയാണ് വളരുക? നോട്ട് ദ പോയിൻ്റ്. ചെറിയ ഫുട്ബോൾ കളിക്കാരായിട്ടുള്ള താരങ്ങളുണ്ടാവും, അവർക്കൊക്കെ വളർന്നു വരാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ പ്രമോഷനും റെലഗേഷനും എന്നൊക്കെ പറയേണ്ടത്. കാരണം ഏത് വലിയ ടീമും ചിലപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകളിൽ നിന്നും താരങ്ങളെ വിളിച്ചെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നോക്കുക, ISL എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ലീഗുകളിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട്. കാരണം അത് തന്നെയാണ് യൂറോപ്യൻ ഫുട്ബോളിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുന്നത്. ഇനി ISL നിർത്തലോടുകൂടി, അല്ലെങ്കിൽ ഈ പ്രമോഷനും റിലഗേഷനുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിർത്തലോടുകൂടി എന്താണ് നമുക്ക് ഭാവിയിൽ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ഭാവിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് സത്യം പറഞ്ഞാൽ ISL ആണ്. 90% കുട്ടികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ISL ആണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ Day 1 to play at ISL എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സീരീസൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കേരളത്തിലായാലും അതർ സ്റ്റേറ്റിലായാലും. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ഭാവി തകർന്നടിയുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. യൂറോപ്യൻ ടച്ച് ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നുണ്ടെങ്കിലും ഇവരൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയിൽ അവരുടെയൊക്കെ മനസ്സിൽ ISL ആയിരിക്കും ആദ്യമായിട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ISL നിർത്തുക എന്ന് പറയുന്നത് ഒരു ഭാവിയെ തകർക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ISL അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ നമുക്ക് ലീഗുകൾ എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ എത്ര പേര് ഇതിൽ I ലീഗ് കാണുന്നുണ്ടാവും? എത്ര പേര് I ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന അങ്ങനത്തെ കളികൾ കാണുന്നുണ്ടാവും? കേരള പ്രീമിയർ ലീഗ് എത്ര ആൾക്കാർ കാണുന്നുണ്ടാവും? ഇതൊന്നും ആരും കാണുന്നില്ല, പലരും ശ്രദ്ധിക്കപ്പെടുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമേൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ലീഗ് നിർത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിക്ക് വളരെ വലിയൊരു തകർച്ച തന്നെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ഒരു അടിയാണ്. കാരണം ഇവിടെ ഉള്ള ടാലൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാരെ വളർത്തിയെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു റീസൺ കൂടെ പറഞ്ഞുതരാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണാണ്, ഇന്ത്യൻ ഫുട്ബോൾ എവിടെയും എത്തില്ല എന്നുള്ളതാണ്. 2010
2018 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എംബാപ്പെ എന്ന് പറയുന്നൊരു പ്ലെയറെ പറ്റിയിട്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എന്നാണ് നമ്മൾ ഇന്ത്യയൊക്കെ കളിക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റൊരാൾ മറുപടി നൽകുകയാണ്, ഇന്ത്യ ഏതായാലും 2026 ആകുമ്പോഴത്തേന് വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളത്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം 2026 ഇന്ത്യ എവിടെ നിൽക്കുന്നു? സോ നമുക്ക് ഒരിക്കലും വേൾഡ് കപ്പ് കളിക്കാൻ കഴിയൂല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ നാഷണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടൊരു സ്ട്രൈക്കർ പോലും നമുക്കില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ജോർദാന്, ഉസ്ബെക്കിസ്ഥാന്, നമ്മളത്രയും കൂടെ ജനസംഖ്യ ഇല്ല, അല്ലെങ്കിൽ നമ്മളത്രയും കൂടെ ഫുട്ബോളായിട്ടുള്ള ഒരു കുറേ ലീഗുകളൊന്നും നടക്കാത്ത ഓരോ രാജ്യങ്ങളാണ്. ഇവരൊക്കെ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുകയാണ് അടുത്ത വർഷം. നമ്മളിപ്പോഴും ഇങ്ങനെ എഴഞ്ഞ് പോകുന്ന രീതിയിലാണ്. മെയിനായിട്ടൊരു സ്ട്രൈക്കർ പോലും നമുക്കില്ല. ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് 60 കോടി തന്നാൽ ലീഗ് എടുത്താം, 100 കോടി തന്നാൽ ലീഗ് എടുത്താം, അല്ലെങ്കിൽ മറ്റേ ടീമിനെ കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴികെ ഇന്ത്യൻ ഫുട്ബോളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടേക്ക് കടന്നു വരാനുള്ള ഓരോ ഭാവി ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെയും അവസ്ഥ വളരെ ദാരുണമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ISL ഇവിടെ സ്റ്റോപ്പാക്കുന്നതോടുകൂടി ഇന്ത്യയിലുള്ള നല്ല സ്ട്രൈക്കർമാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കും. എത്ര കാലം എന്ന് വെച്ചിട്ട് സുനിൽ ഛേത്രി ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള താരങ്ങളായാലും കളിച്ചുകൊണ്ടിരിക്കുക, ഒന്നുകൊണ്ടും നടക്കില്ല. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ ഫുട്ബോളിന് എവിടെയും എത്താനായിട്ട് പറ്റൂല എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം നമുക്ക് ഇത്ര ഹൈപ്പ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ടോപ്പിൽ നിൽക്കുന്ന ഒരു ലീഗ് ഇന്ത്യയിലില്ല. ISL പോലെയുള്ള ഒരു ലീഗ് ഇല്ല. ഇനി മറ്റൊരു ലീഗ് കടന്നു വന്നാൽ പോരെ, അതായത് ISL പകരം വേറൊരു ലീഗ് വന്നാൽ പോരെ. സോ എനിക്ക് തോന്നുന്നില്ല എത്രമേൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ലീഗ് കടന്നു വരുന്നുള്ളത്. കാരണം ISL തുടക്കകാലം എങ്ങനെയായിരുന്നോ അത്രമേൽ ഒരു ടോപ്പിൽ ലീഗ് വരാനുള്ള സാധ്യത കമ്മിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർ പൈസക്ക് വേണ്ടി മാത്രം നിലനിൽക്കുമ്പോൾ ആ പൈസൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ലീഗിൻ്റെ പ്രൊമോഷൻ. ഇപ്പോൾ നമുക്കറിയാം സൂപ്പർ ലീഗ് ഓഫ് കേരള, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 100 കോടിൻ്റെ മേലെന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ എന്തായാലും നല്ല രീതിയിൽ വരട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടാണ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടോ, അതിലേക്കും ബൈ.